ഒരിക്കലും ഇല്ലാത്ത പോലെ മുന്നണി ഒറ്റക്കെട്ടായി നീങ്ങുന്നുവെന്ന് മാത്രമല്ല ഒരവസരവുമില്ല. മത്സരിക്കുന്നത് കൂടുതൽ ആര് പ്രവർത്തിക്കുമെന്നാണ്. ചവറ മണ്ഡലത്തിലും അവസാനഘട്ട പ്രചരണങ്ങളിലാണ് സ്ഥാനാർത്ഥികളായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ ആയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടതാണ്. തവണ വലിയ വാശിയേറിയ മത്സരം പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് ഒരു പ്രതീക്ഷ ഈ പല റൗണ്ടുകൾ പൂർത്തിയാക്കിയത്? യഥാർത്ഥത്തിൽ തെക്കൻ കേരളത്തിലെ UDFിൻ്റെ ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിലൊന്നാണ് ചവറ. കഴിഞ്ഞ 2 തവണയും അരാഷ്ട്രീയമായ പോരാട്ടം നയിക്കാൻ LDFിന് സാധിച്ചു. അത് വിജയത്തിലേക്ക് എത്തിച്ചു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഫൈറ്റിൽ UDFിനെ ഇവിടെ പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. അത് മറ്റാരേക്കാൾ അറിയാവുന്ന LDFിനാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ ചിഹ്നത്തിൽ പോലും ഒരാളിനെ മത്സരിപ്പിക്കാൻ അവർ തയ്യാറാകാത്തത്. അതുകൊണ്ട് അതിൻ്റെ ആ പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പൊളിറ്റിക്കൽ ഫൈറ്റായി ചവറയിൽ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഫലം 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. മുന്നണി എന്നുള്ള നിലയ്ക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഘട്ടത്തിൽ. ഒരിക്കലും ഇല്ലാത്ത പോലെ മുന്നണി ഒറ്റക്കെട്ടായി നീങ്ങുന്നുവെന്ന് മാത്രമല്ല ഒരവസരവുമില്ല. മത്സരിക്കുന്നത് കൂടുതൽ ആര് പ്രവർത്തിക്കുമെന്നാണ്. പലപ്പോഴും RSPക്കാരേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാനാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ശ്രമം നടക്കുന്നത്. അതെല്ലാം ഒരു അത്ഭുതം, വിസ്മയം സൃഷ്ടിക്കുന്ന വിധിയിലേക്ക് കൊണ്ടെത്തിക്കും. 2001 ഷിബു ബേബി ജോണാണ് ഇവിടെ 10,000-ന് മുകളിൽ ഭൂരിപക്ഷം പോയത്. അതിനുശേഷം ആർക്കും 10,000-ന് മുകളിലേക്ക് പോയിട്ടില്ല. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലൊരു കണക്കുകൂട്ടൽ? 82-ന് ശേഷം ഇവിടെ 10,000-ന് മുകളിൽ പോയിട്ടില്ല. ഇത്തവണ അതിൽ കൂടുതൽ പോകും, അത്ര ഞാൻ പറയുന്നുള്ളൂ. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. മൊത്തത്തിൽ എങ്ങനെ RSPയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്? നിലനിൽപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന സന്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്. അത് സാധാരണ ജനങ്ങൾ ഏറ്റെടുത്തു, RSP കുടുംബങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റേതായിട്ടുള്ളൊരു വിജയം കൊല്ലം ജില്ലയിൽ നിന്ന് തീർച്ചയായും RSPക്ക് ഉണ്ടാകും. 3 സീറ്റും വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വ്യക്തമായ റിപ്പോർട്ടുകൾ. പ്രചരണത്തിൻ്റെ അവസാന ഘട്ടമാണ്. കൊല്ലം ജില്ലയിലെ UDFിൻ്റെ സീറ്റ് നില എങ്ങനെയായിരിക്കും? UDFിന് ഭൂരിപക്ഷം സീറ്റും കിട്ടും. കഴിഞ്ഞ തവണ 2, അതിൻ്റെ മുമ്പിലത്തെ തവണ 0, അതിൻ്റെ മുമ്പ് 2, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അത് മാറി ഇത്തവണ ഭൂരിപക്ഷം സീറ്റും UDF വിജയിക്കും. അവസാനവട്ട പ്രചരണങ്ങളിലും എല്ലാ വിജയാശംസകളും നേരുന്നു. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ ചവറ പിടിച്ചെടുക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.